ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഈ ChatGPT, ജെമിനി, ക്ലൗഡ് പോലുള്ള ഓപ്പൺ AI മോഡൽസ് ഇല്ലെങ്കിൽ ഈ പറയുന്ന AI മോഡൽസ് നമ്മളെല്ലാവരും ഡെയിലി നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങൾ വിചാരിച്ച റിസൾട്ട്സ് ഇല്ലെങ്കിൽ ഈ വിചാരിച്ച ആൻസേഴ്സ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ AI മോഡൽസിൽ നിന്ന്? മോസ്റ്റ് ഓഫ് യു വിൽ സേ ഇറ്റ്സ് എ ബിഗ് നോ അല്ലേ? കാരണം നിങ്ങൾ മേ ബി ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് ഗിവ് മീ എ 10 ഐഡിയ ഇല്ലെങ്കിൽ ഐ നീഡ് ദിസ് ദാറ്റ്, ഇങ്ങനെയായിരിക്കും നമ്മൾ ഭൂരിഭാഗം ആളുകളും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ പറയുന്ന AI മോഡൽസ് സെർച്ച് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ വിചാരിച്ച റിസൾട്ട്സ് ഇല്ലെങ്കിൽ ആൻസേഴ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാറുമില്ല. സോ ഇതിനാദ്യം ഈ പറയുന്ന AI മോഡൽസിന് വേണ്ട ബെറ്റർ പ്രോംപ്റ്റ്സ് കൊടുത്ത് ഇല്ലെങ്കിൽ ഈ പറയുന്ന നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് ഈ പറയുന്ന AI മോഡൽസിനെ ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പക്ഷേ എന്താ പറയുക, എനിക്ക് ഈ പറയുന്ന ബെറ്റർ ആയിട്ടുള്ള പ്രോംപ്റ്റ്സ് എഴുതാൻ അറിയില്ല ഇല്ലെങ്കിൽ ഇതിനുള്ള പ്രോപ്പർ സ്ട്രക്ചർ എനിക്കറിയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ മേജർ പ്രോബ്ലം എങ്കിൽ, സോ ത്രൂ ദിസ് വീഡിയോ എങ്ങനെ നിങ്ങൾക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ബേസിക് ആയിട്ട് തന്നെ റൈറ്റ് ചെയ്യാം ആൻഡ് അതുവഴി ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങൾ എഴുതിയ പ്രോംപ്റ്റിനെ വെൽ ഓർഗനൈസ്ഡ് ആക്കിയിട്ട് ഇല്ലെങ്കിൽ അടിപൊളി AI പ്രോംപ്റ്റ്സ് തരുന്ന ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന 8 സ്ട്രോങ് വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ വേറെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ ഈ പറയുന്ന ഓൺഗോയിങ് ഡിസ്കസ് ചെയ്യും. സോ വാച്ച് ടിൽ ദ എൻഡ്. സോ ഫസ്റ്റ് വൺ, എങ്ങനെ നിങ്ങൾക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ബേസിക് പ്രോംപ്റ്റ് എഴുതാം. സോ നിങ്ങൾ ഈ പറയുന്ന ഗിവ് മീ ദാറ്റ്, ഐ നീഡ് ദാറ്റ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മൈൻഡിൽ നിന്ന് വിട്ടിട്ട് ഞാൻ ഈസി ആയിട്ട് പറയുന്ന ഈ ഒരു ഫോർമാറ്റ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസിക് ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. സോ അതിനാദ്യം വേണ്ടത് ക്ലാരിറ്റിയാണ്. സോ ഫോർ ദാറ്റ് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു വർക്കൗട്ട് പ്ലാനിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഗിവ് മീ എ വർക്കൗട്ട് പ്ലാൻ അല്ലേ? പക്ഷേ ഈ പറയുന്ന ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഈ പറയുന്ന AI ചാറ്റ് ബോട്ടിന് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് എത്ര മാസത്തേക്കാണ് ഈ പറയുന്ന വർക്കൗട്ട് പ്ലാൻ വേണ്ടത്, കുറച്ചുകൂടെ കോൺടെസ്റ്റ് ആഡ് ചെയ്യാം നമുക്ക് സ്പെസിഫിക് ആയിട്ട്. അതായത് നിങ്ങൾ എത്ര വെയിറ്റ് ഉള്ള ആളാണ്, നിങ്ങൾക്ക് എത്ര മാസത്തേക്കാണ് ഈ പറയുന്ന വർക്കൗട്ട് പ്ലാൻ വേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഡെയിലി എന്ത് ചെയ്യാൻ പറ്റും, എക്സസൈസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഒരു അടിപൊളി പേർപ്പസ് ക്രിയേറ്റ് ചെയ്ത് കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് വഴി പ്രോപ്പറായിട്ടൊരു സ്ട്രക്ചേർഡ് പ്രോംപ്റ്റ് ബേസിക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഈ പറയുന്ന വർക്കൗട്ട് പ്ലാനിന് മാത്രമല്ല, പല ഡിഫറെൻറ്റ് ടാസ്ക് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന പല ഡിഫറെൻറ്റ് ടാസ്കിനും ഈ പറയുന്ന ഒരു സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകണം, എങ്ങനെയാണ് പ്രോപ്പറായിട്ടൊരു സ്ട്രക്ചർ, പ്രോപ്പറായിട്ടൊരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് അറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ ലിങ്ക് കൊടുക്കാം. അതിൽ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന 8 സ്ട്രോങ് AI പ്രോംപ്റ്റ് ജനറേറ്ററിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. സോ ബേസിക്കലി നമ്മൾ എന്തിനാണ് AI ജനറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ പ്രോംപ്റ്റ് ജനറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്, ഈ പറയുന്ന AI മോഡൽസിന് അല്ലേ, ChatGPT, ജെമിനി പോലുള്ള മോഡൽസിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ബെറ്റർ ആയിട്ടുള്ള പ്രോംപ്റ്റ്സ് ജനറേറ്റ് ചെയ്യാൻ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള രീതിയിൽ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ രീതിയിൽ നമുക്കത് ജനറേറ്റ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടാനായിട്ടാണ് അല്ലേ. അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ബേസിക് ആയിട്ടൊരു പ്രോംപ്റ്റ് നമുക്ക് അറിയുന്ന രീതിയിൽ റൈറ്റ് ചെയ്താൽ മതി, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് മുകളിലുള്ള റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന AI പ്രോംപ്റ്റ് ജനറേറ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ജനറേറ്റ് ചെയ്ത് തരാൻ പറ്റും. ഓക്കെ, അതിൽ വെൻ കമ്മിങ് ഇൻ ടു ദ ഫസ്റ്റ് ടോപ്പ് മോസ്റ്റ് വെബ്സൈറ്റ് ഐ എം യൂസിങ് metaprompt.com ആണ്, metaprompt.com. ഓക്കെ, സോ നിങ്ങളിവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് വരിക, എന്തിനു വേണ്ടിയുള്ള പ്രോംപ്റ്റ് ആണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ അറിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, റൈറ്റ് ചെയ്യുക. ഓക്കെ, ഇതിന് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഈ പറയുന്ന ചാറ്റ് ബോട്ട്സിന് വേണ്ടിയിട്ട് ബെറ്റർ റിസൾട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോംപ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ജനറേറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്ത് തരും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ജനറേറ്റ് പ്രോംപ്റ്റ് AI. ഇതിൻ്റെ ഏറ്റവും അടിപൊളി ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് ഒരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതിനപ്പുറം നമുക്ക് ആ കിട്ടിയ പ്രോംപ്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് മുതൽ നമ്മളൊരു ഇമേജ് കൊടുത്തു, ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് എന്ത് വേണം, അതിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ജനറേറ്റ് പ്രോംപ്റ്റ് AI യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഈ പറയുന്ന VO
3 വീഡിയോസ് അതിൻ്റെ പ്രോംപ്റ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ ഉണ്ട്. ആൻഡ് ദ തേർഡ് ടോപ്പ് മോസ്റ്റ് വെബ്സൈറ്റ് ഈസ് simplified.com. സോ ഇത് എനിക്ക് കുറച്ചും കൂടി പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ ഒരു കോണ്ടൻറ്റ് റേറ്റ് ചെയ്യുന്നതിനും അപ്പുറം അല്ലെങ്കിൽ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതിനും അപ്പുറം നമുക്ക് ഇവിടെ ലിങ്ക്ഡിൻ പോസ്റ്റ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റ്, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കോണ്ടൻറ്റ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾക്ക് വീഡിയോസ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഇമേജ് ടു വീഡിയോ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ വീഡിയോ ക്ലിപ്സ് അല്ലേ നമ്മൾ കൂടുതൽ കാണാറുണ്ട്. അതുപോലെ തന്നെ സബ്ടൈറ്റിൽസ്, സബ്ടൈറ്റിൽസ്, അതുപോലെ തന്നെ ഓഡിയോ ക്ലിപ്സ് പറയുന്ന പോലെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. മോർ ദാൻ ദാറ്റ് നമ്മൾക്ക് ഒരു AI അസിസ്റ്റൻറ്റും എന്താ പറയുക ഈ വെബ്സൈറ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും ഡയറക്റ്റ് നോർമൽ ഒരു AI മോഡൽ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വെബ്സൈറ്റിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ യുവർ ഡിസൈൻ പർപ്പസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. AI ഇമേജ് ജനറേറ്റർ ഉണ്ട്, തംബ്നെയിൽ മേക്കർ, അതുപോലെ തന്നെ കാറോസൽസ്, പ്രസൻറ്റേഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സിംഗിൾ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ബ്ലോഗ്സ്, SEO എന്ന് പറയുന്ന പോലെ ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ളൊരു ജനറേഷൻ ടൈപ്പ് അത് എന്തും ആയിക്കോട്ടെ ഈ പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. സോ നമ്മൾ ഇതുവരെ പറഞ്ഞ AI പ്രോംപ്റ്റ് ജനറേറ്റേഴ്സ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള പ്രോംപ്റ്റ്സ് ജനറേറ്റ് ചെയ്ത് തരുമെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന 3 ടോപ്പ് വെബ്സൈറ്റ് നമ്മൾക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടി ഈസി ആയിട്ട് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. സോ ഓക്കെ, സോ അതിൽ ഏറ്റവും നമ്പർ 1 ആണ് JotForm AI ഏജൻറ്റ് ഇല്ലെങ്കിൽ jotform.com. സോ ഇത് കുറച്ചുകൂടെ എഫേർട്ട്ലെസ്ലി നമ്മൾക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് തരും. ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ലൈക്ക് സെലക്ട് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ChatGPTക്ക് വേണ്ടിയാണോ, ഇല്ലെങ്കിൽ ജെമിനിക്ക് വേണ്ടിയാണോ, ഇല്ലെങ്കിൽ ക്ലൗഡ്, ഇല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലെക്സ്, മിഡ്ജേണിക്ക് വേണ്ടിയാണോ, ഏത് വെബ്സൈറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഏത് AI ചാറ്റ് ബോട്ടിന് വേണ്ടിയാണോ നിങ്ങൾക്ക് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് തരേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്തുകൊണ്ട് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് 5ാമത്തെ ടോപ്പ് വെബ്സൈറ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ Rairob.com എന്ന് പറയുന്ന ഒരു സാധനം. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഭയങ്കര ഈസി ടു യൂസ് ആണ്. അത് നമുക്ക് ഇമേജ് ടു പ്രോംപ്റ്റ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഈ പറയുന്ന ഇമേജ് ക്യാപ്ഷൻ ജനറേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ നോർമലി നമ്മളുടെ ഈ പറയുന്ന SEO ബ്ലോഗ്സ് റൈറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന Rairob.com നിങ്ങളെ സഹായിക്കും. ഓക്കെ, ആൻഡ് കമ്മിങ് ഇൻ ടു ദ 6th ടോപ്പ് മോസ്റ്റ് വെബ്സൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വെബ്സൈറ്റ് ആണ് triple10.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. സോ ഇതും ബേസിക്കലി നമ്മൾക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന പ്രോംപ്റ്റ്സിനെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് തരും എന്നുള്ളൊരു സാധനമാണ്. ഓക്കെ, ഇനി എന്തുകൊണ്ട് 1010 കുറച്ചുകൂടെ എനിക്ക് ഫേവറേറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഈ പറയുന്ന ജനറേറ്റിംഗ് ടൈം കുറച്ചൊരു മില്ലി സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ എല്ലാ പ്ലാറ്റ്ഫോംസിലും ഞാൻ പറഞ്ഞ പോലെ എല്ലാ പ്ലാറ്റ്ഫോംസിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പറയുന്ന കുറച്ചുകൂടെ ഞാൻ പറഞ്ഞ പോലെ ഇൻഡെപ്ത് ആയിട്ടുള്ള പ്രോംപ്റ്റ്സ് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈസി ആയിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് അറിയുന്ന രീതിയിൽ പ്രോംപ്റ്റ് കൊടുക്കുക, അതിനെ കുറച്ചുകൂടെ ഡെപ്തായിട്ട് നമുക്ക് എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് തരും. ആൻഡ് 7ാമത്തെ ടോപ്പ് മോസ്റ്റ് വെബ്സൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് റിലയബിൾ സോഫ്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. സോ മോർ ദാൻ ഈ പറയുന്ന പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതിനപ്പുറം ദേ ഹാവ് ഗിവിങ് ഫ്രീ AI ടൂൾസ് ഇൻ ദിസ് വെബ്സൈറ്റ് എന്നുള്ളതാണ്. സോ നിങ്ങൾക്കിപ്പോൾ ഈ പറയുന്ന ഒരു ലോഗോ ജനറേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഇപ്പോൾ ലിങ്ക്ഡിൻ ഫോട്ടോ ജനറേറ്റർ, അതുപോലെ തന്നെ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, ജനറേറ്റർ, ടെക്സ്റ്റ് റിമൂവർ, അതുപോലെ തന്നെ ഇമേജ് എൻഹാൻസർ തുടങ്ങിയിട്ട് ഒരുപാട് ഫ്രീ AI ടൂൾസ് ഈ പറയുന്ന റിലയബിൾ സോഫ്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ആൻഡ് 8th മോസ്റ്റ് ടോപ്പ് വെബ്സൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി കണക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയ AI എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ വെബ്സൈറ്റൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പറയുന്ന സ്ട്രക്ചർഡ് വേയിൽ നമ്മൾക്ക് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് തരുമ്പോൾ ജൂനിയ വിൽ ഡു ഒരു 99% ഓഫ് കോണ്ടൻറ്റ് വിൽ ബി ആൻഡ് ഹ്യൂമൻ കോണ്ടൻറ്റ് എന്നുള്ളതാണ്. സോ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾക്ക് വേണ്ട ഒരു കൈൻഡ് ഓഫ് കോണ്ടൻറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹ്യൂമൻ കോണ്ടൻ്റ് ആണ്. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന ChatGPTയിലായിക്കോട്ടെ OpenAIയിൽ നമ്മൾക്ക് കുറച്ചുകൂടെ
എന്താ പറയുക, ഇപ്പോൾ ലിങ്ക്ഡിൻ പോസ്റ്റ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ഡിസ്ക്രിപ്ഷനൊക്കെ റേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത് ഈ പറയുന്ന ഹ്യൂമൻ ജനറേറ്റഡ് കോണ്ടൻസ് ആണ്. സോ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ജൂനിയർ AI നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റും. സോ വിത്ത് ദാറ്റ് ഈ പറയുന്ന 8 AI പ്രോംപ്റ്റ് ജനറേറ്റർ യൂസ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പറയുന്ന ചാറ്റ് ബോട്ട്സിന് വേണ്ടിയിട്ട് അടിപൊളി പ്രോംപ്റ്റ്സ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യാനും അതുവഴി നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനും അപ്പുറം ഒരു നല്ല റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനും. ഓക്കെ, സോ ഈ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ സച്ച് കോണ്ടന്റ്സ്.